നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിശുക്കളും യേശുവും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു. കാരണം യേശുവിൻ്റെ അടുത്തേക്ക് ആളുകൾ പ്രസംഗം കേൾക്കുവാൻ തടിച്ചുകൂടുകയായിരുന്നു. ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ അവർ യേശുവിൻ്റെ അടുക്കൽ വീട്ടിൽ പോകാതെ ഊണും ഉറക്കവും മറന്ന് ദൈവവചനം കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ലാവണ്യ വാക്കുകൾ എന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഇവൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവൻ അച്ഛൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയല്ലയോ? ഇവൻ്റെ സഹോദരങ്ങളെ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ ആളുകൾ അത്ഭുതം കൂറിയിട്ടുണ്ട്. യേശു പറഞ്ഞതെല്ലാം ഒത്തിട്ടുണ്ട്. നിങ്ങൾ പോവുക, ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അത് സംഭവിച്ചു. നിങ്ങൾ പോവുക, ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടൊരു പുരുഷൻ വരുന്നത് കാണും, അത് സംഭവിച്ചു. പത്രോസേ, നീ പോയി ചൂണ്ടയിടുക, ആ ചൂണ്ടയിൽ കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മപ്പണം ഉണ്ടാകും, അത് സംഭവിച്ചു. യേശു എന്തെല്ലാം പറഞ്ഞുവോ അത് തിരുത്തി പറയേണ്ടി വന്നില്ല. അതെല്ലാം നിറവേറുവാനിടയായി. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയും യേശുവായിരുന്നു. യേശു തന്നെ അത് പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അപ്പോൾ അത്ര ഉന്നതനായ ആ യേശുവിനെ 12 യുവാക്കൾ സദാ അപ്പോസ്തലരായി അനുഗമിക്കുകയാണ്. വേറെ 70 പേർ യേശുവിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുണ്ട്. കുറെ സ്ത്രീകൾ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഭൗതിക ശുശ്രൂഷകളിൽ സഹായിക്കാനായിട്ടുണ്ട്. അങ്ങനെയുള്ള യേശുവിൻ്റെ അടുക്കൽ ചിലർ തങ്ങളുടെ ശിശുക്കളെ കൊണ്ടുവന്നു, യേശു തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ അവരെ ശാസിച്ചു, ഇതൊന്നും കുഞ്ഞുകളിയല്ല, അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്താനും തടയാനും ശ്രമിച്ചു. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നെന്നല്ല, തീരെ കുഞ്ഞുങ്ങളല്ല, അവരൊക്കെ നടന്നു വന്നവരാണ്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ വിചാരിച്ചു, ഇത്ര ഉന്നതനായ യേശു, ഇതിനോടകം യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്, ദൈവത്വത്തിലെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്വത്തിലെ പുത്രനാണ് ഞാൻ എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള യേശു ഒരിക്കലും കുട്ടികളെ തൊടുകയോ കുട്ടികളെ എടുക്കുകയോ കുട്ടികളോട് വാത്സല്യത്തിൽ പെരുമാറുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന്. കാരണം അക്കാലത്തെ അതുവരെയുള്ള മത നേതാക്കൾ, വലിയ തത്വജ്ഞാനികളൊന്നും ഇങ്ങനെ കുട്ടികളോടൊന്നും ഇടപെട്ടിട്ടില്ല. യേശു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ യേശു പറഞ്ഞു, അരുതരുതരുത്, അവരെ വിടുക, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. സ്വർഗരാജ്യം ശിശുക്കൾക്കുള്ളതാണ് എന്നല്ല യേശു പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ ക്രൈസ്തവഗോളത്തിലുണ്ട്. അവര് കുഞ്ഞുങ്ങളുണ്ടായി അധികം ദിവസം കഴിയുന്നതിന് മുമ്പേ അവരെ ആരാധനാലയത്തിൽ കൊണ്ടുവന്ന് ചില കർമ്മങ്ങൾക്കൊക്കെ അവരെ വിധേയപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്നു എന്നൊക്കെ മാതാപിതാക്കളോട് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ശിശുപ്രായത്തിലെ ഒരു കർമ്മത്തിന് വിധേയപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളും അല്ലാത്ത
കുഞ്ഞുങ്ങളും അല്ലാത്ത ആളുകളുടെ കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഈ സമൂഹത്തിൽ നാം കാണുന്നില്ല. എല്ലാവരും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ. എല്ലാവരും പോലീസ് പിടിയിലാകുന്നുണ്ട്. അവരൊക്കെ ജയിലിലും കഴിയുന്നുണ്ട്. പലരും തൂക്കുകയറിലും ആകാറുണ്ട്. മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു. ഈ വക കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഒരു മതത്തിനും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും ഇല്ലെന്നുള്ളതാണ് സത്യം. എന്നാലും ആളുകൾ ഇത് തുടരുകയാണ്. ഒരനുഭവമില്ലെങ്കിലും ഒരു വ്യത്യാസവും പ്രകടമായിട്ടില്ലെങ്കിലും ആളുകൾ ലാഭനഷ്ടം ഒന്നും നോക്കാതെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളായിട്ട് അത് തുടരുകയാണ്. എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവരാജ്യം ശിശുക്കളുടേതാണ് എന്ന് പറഞ്ഞാൽ ഒരു ശിശു സഹജമായ മനസ്സോടെ, അതായത് ശിശുക്കളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. അപ്പോൾ സമ്പൂർണ്ണ ആശ്രയത്തോടു കൂടെ, സമ്പൂർണമായ വിശ്വാസത്തോടു കൂടെ അവര് ആര് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നുവോ, യേശുവിൻ്റെ അടുക്കൽ വരുന്നുവോ, അവര് അനുഗ്രഹിക്കപ്പെടും. അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകും. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ വേണ്ട ഒന്നാമത്തെ കാര്യം ഒരു മറയില്ലാതെ, കളങ്കമില്ലാതെ, ഹൃദയശുദ്ധിയോടുകൂടെ സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. അവരതിനകത്ത് ഒരു കൂർമ്മബുദ്ധിയോടുകൂടെ അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല എന്ന് അവർ ചിന്തിക്കുകയോ സംശയിക്കുകയോ ചെയ്യുകയില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ പറയുന്നത് അവർ അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പോൾ ശിശുക്കളും മാതാപിതാക്കളും എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ ശിശു സഹജമായ മനസ്സോടുകൂടെ ദൈവത്തെ സമീപിക്കുന്ന ആളുകൾക്കാണ് ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് സമ്പൂർണമായ വിശ്വാസം, ഒരു ശിശുവിനെ പോലെയുള്ള വിശ്വാസമാണ് എന്നാണ് യേശു പറഞ്ഞത്. എന്തു തന്നെയായാലും വിശ്വാസം കൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ലല്ലോ. യേശു പറഞ്ഞത് തന്നെ വിശ്വസിക്കണം എന്നാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശ്വനിത്യവും പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണല്ലോ പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യേശു ഉദ്ദേശിച്ചത് പൂർണ്ണ വിശ്വാസവുമാണ്, അല്ലാതെ പ്രായത്തിൻ്റെ കാര്യം അല്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചാൽ രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളാകാൻ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശികളാകാൻ കഴിയും. അതാണ് യേശു കൂടെ പഠിപ്പിച്ചത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.